എല്ലാവർക്കും നമസ്കാരം. ലിസി കിച്ചൺ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഡിഷാണ് കിച്ചടി. കിച്ചടി എന്ന് പറയുമ്പോൾ നാട്ടിലെ കിച്ചടിയല്ല. നാട്ടിലെ കിച്ചടി എന്ന് പറഞ്ഞാൽ ഒരു കറിയാണ്. പക്ഷെ ഇത് നോർത്ത് ഇന്ത്യൻ കിച്ചടി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ഡിഷാണിത്. കിച്ചടി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ പരിചയപ്പെടാം. ഇത് അരി, നാട്ടിലെ റേഷൻ അരി ആയാലും മതി. അത് ഒരു ഗ്ലാസ്സാണ്, ഇതിന് ഒരു ഗ്ലാസ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് തുവരപ്പരിപ്പ് ഒരു പിടി, ഇത് വെളുത്തുള്ളിയുടെ 2 വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 2 ഉരുളക്കിഴങ്ങ്, 2 സവാള, 2 തക്കാളി, കുറച്ച് മല്ലിയില, 2 ക്യാരറ്റ്, കുറച്ച് ക്യാബേജ്, പിന്നെ കറിവേപ്പില, കടല, കപ്പലണ്ടി എന്നും പറയും ചിലയിടത്ത്. മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, കടുക് വേണം, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ജീരകം, ഉപ്പ്, പിന്നെ ഏതെങ്കിലും എണ്ണ. ഞാൻ ഇപ്പം റിഫൈൻഡ് ഓയിലാണ് എടുത്തേക്കുന്നത്, അത് ആവശ്യത്തിന്. പിന്നെ കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഈ 1 ഗ്ലാസ് അരിക്ക് നമ്മൾ എടുക്കുന്നത് ഈ 3 ഗ്ലാസ് വെള്ളമാണ്. നമ്മളെ വീട്ടിലിപ്പോൾ 3 പേരുണ്ട്. ആ 3 പേർക്ക് ആവശ്യമായിട്ടുള്ള കിച്ചടിയാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുക്കർ വേണം. ഞാൻ ഇപ്പം ഇലക്ട്രിക് ഷെഗഡിയിലാണ് ഉണ്ടാക്കുന്നത്. ഗ്യാസിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം ഷെഗഡി ഓൺ ചെയ്യാം. ഒരു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷെഗഡി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യ സൈഡിൽ ഈ ഇൻഡക്ഷൻ കുക്കറിനെയാണ് ഇലക്ട്രിക് ഷെഗഡി എന്ന് പറയുന്നത്. അത് കൺഫ്യൂഷൻ ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുക്കർ ചൂടായി കഴിഞ്ഞു. അതിലോട്ട് നമുക്ക് 3 സ്പൂൺ എണ്ണ ഒഴിക്കാം. 3. ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. അതിലോട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മുടെ കറിവേപ്പില കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചക്കറികളാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായി. സവാള ഇട്ടു, ഉരുളക്കിഴങ്ങ്, ക്യാബേജ്, ക്യാരറ്റ് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കപ്പലണ്ടി റവക്കടല ഇട്ട് കൊടുക്കാം കുറച്ച്. അത് ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആദ്യമേ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടാൽ അടിയിൽ പിടിക്കും, അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ടത്. നല്ല രീതിയിൽ എണ്ണയിൽ കിടന്ന് വരണം ഇത്. അതിനുശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുവിധം വെന്ത് വരപ്പോഴാണ് നമ്മളെ പൊടി ഐറ്റങ്ങളെല്ലാം ഇടേണ്ടത്. പച്ചക്കറികളെല്ലാം നല്ലവണ്ണം എണ്ണയിൽ കിടന്ന് പകുതി വേവായി വന്നു. ഇപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി 1 സ്പൂൺ. എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 സ്പൂൺ ഇട്ടാൽ മതി. മല്ലിപ്പൊടി 1 സ്പൂൺ. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ. മസാലപ്പൊടി 1/2 സ്പൂൺ എന്നിവ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇളക്കാവൂ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും.
പൊടികളുടെ പച്ച മണം മാറിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ്. അത് ഇട്ട് കൊടുക്കാം. 1 2 3. വെള്ളം ഇതിൽ കിടന്ന് നല്ല രീതിയിൽ തിളച്ച് വരണം. അതിന് മുമ്പേ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം തിളയ്ക്കണം. തിളച്ചിട്ടേ നമുക്ക് അരി കഴുകി അരിയും തൂരപ്പരപ്പും കഴുകി ഇടാവും. തുടങ്ങി നല്ല ഓണം തിള വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് കഴുകി വെച്ചേക്കണ 2-3 വെള്ളത്തിൽ കഴുകി വെച്ചേക്കണ തൂരപ്പരിപ്പും അരിയും. ഈ നാട്ടിൽ കിട്ടുന്ന റേഷൻ അരി ആണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ നല്ല കടയിൽ നിന്നൊക്കെ മേടിക്കണ വില അരിയാണെങ്കിൽ വേവ് കൂടുതലാണ്. ഇതിനാണ് ഇപ്പം 3 സിറ്റി മതി. അതിനാണെങ്കിൽ 4-5 സിറ്റി വേണ്ടി വരും. ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് 3 സിറ്റി വരണം. ഇതിപ്പം 3 സിറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ശകടി ഓഫാക്കാം. തണുത്തതിന് ശേഷം മാത്രമേ കുക്കർ തുറന്ന് നോക്കാവൂ. കുക്കറിൻ്റെ ആവിയൊക്കെ പോയി കുക്കറിനെ നമുക്ക് തുറന്ന് നോക്കാം. നല്ല കളർഫുള്ളായ കിച്ചടി വന്നിട്ടുണ്ട്. 1 ഗ്ലാസ് അരിയും കുറച്ച് വെജിറ്റബിളും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമേറിയ ഒരു വിഭവമാണിത്. ഇത് സലാഡിൻ്റെ കൂടെയോ അച്ചാറിൻ്റെ കൂടെയോ ഒരു പപ്പടമോ ഉണ്ടെങ്കിൽ എല്ലാ മക്കൾക്കും ഇഷ്ടമാവുന്ന ഒരു ഈ ഡിഷ് എല്ലാവരും തീർച്ചയായും ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ഐക്കൺ ബട്ടൺ അമർത്തണം. താങ്ക് യു.